നമ്മുടെ കേൾവിശക്തിയെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കാത്തതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ കേൾവിശക്തി നഷ്ടമാകാനുള്ള സാഹചര്യം എത്രത്തോളമാണ്? ഏതൊക്കെ രോഗങ്ങളെയാണ് നമുക്ക് അത്തരത്തിൽ ഭയക്കേണ്ടത്? അതിന്റെ സൂചനകൾ എന്തെല്ലാമാണ്? നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കേൾവി നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാര്യങ്ങളിൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ പറയും കുട്ടി പഠിക്കാൻ ക്ലാസ്സിൽ പെട്ടെന്ന് വളരെ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഒരു ശ്രദ്ധക്കുറവുണ്ട്, കേൾക്കുന്നില്ലാത്തതുപോലെ തോന്നുന്നു, പുറകോട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ കേൾവി ഒന്ന് ഡോക്ടറെ കാണിച്ച് പരിശോധിക്കേണ്ടതും കൂടിയുണ്ട്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വളരെ സിമ്പിളായി നമ്മുടെ ചെവിയുടെ എല്ലാവരുടെയും ചെവിയിൽ നമുക്ക് ഒരു സെക്രീഷൻസ് ഉണ്ട്, വാക്സ് എന്ന് പറയും. ഈ വാക്സ് ഇമ്പാക്റ്റഡ് ആയിട്ട് വളരെ സിമ്പിൾ ആണ്. ആ വാക്സ് മരുന്നുകൾ ഒഴിച്ച് അരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ കേൾവി തിരിച്ചു കിട്ടും. ഇതൊരു രോഗമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മുടെ കുട്ടികളിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ സ്ഥിരമായി നിൽക്കുന്ന മൂക്കൊലിപ്പ്, തുമ്മല്, മൂക്കടവ്, ജലദോഷം, അഡിനോഡ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങൾ, അതായത് വാ തുറന്ന് ശ്വാസം വിടുക, കൂർക്കം വലിക്കുക, പല്ലുന്തി വരിക, ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ, അലർജിയോ അല്ലെങ്കിൽ അഡിനോയിഡിന് ദീർഘമോ ഉള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ മൂക്കിന് പാലത്തിന് അതീവ ഗുരുതരമായ, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, കൂടുതൽ വലിയ വളവൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മൂക്കിനും ചെവിക്കും ഇടയ്ക്ക് ഒരു ട്യൂബ് ഉണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. ഈ ട്യൂബിലേക്ക് നമ്മുടെ മൂക്കിലുള്ള ഇൻഫെക്ഷൻസിന്റെ ഭാഗം കടന്നു പോകും. അത് പലപ്പോഴും ഒരുപക്ഷെ ഒരു മൂക്കിലുണ്ടാകുന്ന അല്ലെങ്കിൽ തൊണ്ടയിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വൈറൽ ഫീവറിന്റെയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷന്റെയോ ഭാഗമായതിനു ശേഷമായിരിക്കും. അപ്പൊ ഈ ചെവിയിലേക്ക് ആ സെക്രീഷൻസ് കളക്ട് ചെയ്യുകയും അത് നമ്മുടെ കേൾവിയെ ഇല്ലാതാക്കുകയും ചെയ്യും. പലപ്പോഴും ഒരു മൈൽഡ് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകുക. പരിപൂർണമായിട്ടും കേൾവി നഷ്ടപ്പെടില്ല, കേൾവി കുറവായിരിക്കും. അപ്പൊ കുട്ടി എന്ത് പറ്റുന്ന വെച്ചാൽ, കുട്ടി ക്ലാസ്സിലിരിക്കുകയാണ്, ക്ലാസ്സിൽ പറയുന്ന പകുതിയെ കേൾക്കുള്ളൂ. ടീച്ചർ പറയുന്ന മുൻപൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് മുഴുവൻ കേട്ടിട്ടുള്ള കുട്ടി പകുതി മാത്രമേ കേൾക്കുന്നുള്ളൂ, പകുതി മാത്രമേ നോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ നമുക്കിതിനെ വളരെ നല്ല രീതിയിൽ ചികിത്സിച്ച് പരിപൂർണമായിട്ടും മാറ്റാൻ കഴിയുന്നതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, നമുക്ക് കുട്ടിയുടെ അഡിനോഡ് ഗ്രന്ഥിക്ക് വീർക്കമുണ്ടോ അല്ലെങ്കിൽ അലർജിയുടെ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപക്ഷെ അലർജി നിയന്ത്രിക്കുവാനുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളോ, ഒരുപക്ഷെ അഡിനോഡ് ഗ്രന്ഥിയുടെ വലിപ്പം ഒരു പ്രായം കഴിഞ്ഞിട്ടും ഒക്കെ തന്നെ വലുതായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് മറ്റ് ട്രീറ്റ്മെന്റും അലർജിയുടെ മരുന്നുകൾ കൊണ്ട് മാറാൻ നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അഡിനോഡ് ഗ്രന്ഥിയുടെ വീർക്കം മാറ്റുക. അതോടൊപ്പം തന്നെ ചെവിയുടെ മൂക്കിനിടയ്ക്കുള്ള യൂസ്റ്റേഷൻ ട്യൂബിലുള്ള കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് മാറ്റുകയൊക്കെ തന്നെ ഇതിന്റെ ഒരു ചികിത്സയാണ്. പിന്നെ മറ്റു കാരണങ്ങൾ മൂലം അതും കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ രോഗങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ചെവിയുടെയും മൂക്കിനിടയ്ക്കുള്ള യൂസ്റ്റേഷൻ ട്യൂബിലേക്ക് നീര് കെട്ടുന്നത് പിൽക്കാലങ്ങളിൽ അതിൽ സുഷിരമുണ്ടാക്കും. ഈ പറഞ്ഞ മാതിരി നമ്മൾ കുത്തിപ്പൊട്ടിക്കണമെന്നൊന്നുമില്ല, വെള്ളം കയറണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ അതിലൊരു സുഷിരമുണ്ടാക്കും കർണപടത്തിലേക്ക്. അതായത് മൂക്കിന്റെ ഉള്ളിൽ നിന്നും ചെവിയിലേക്ക് പോകുന്ന ആ ട്യൂബിലുണ്ടായിരുന്ന ഫ്ലൂയിഡ് കളക്ഷൻ കർണപടത്തിൽ ഒരു സുഷിരമുണ്ടാക്കും. ആ സുഷിരം കാലക്രമേണ കേൾവിയെ നശിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അപ്പോഴും അതിനും കൃത്യമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. മുമ്പ് നമ്മുടെ ഒരു ഫോണിൽ അദ്ദേഹം വിളിച്ചു സംസാരിച്ചതുപോലെ തന്നെ അഗ്രസീവായിട്ട് അതിനെ ആന്റിബയോട്ടിക്സ് ആവശ്യമാണെങ്കിൽ നൽകുക, ചെവിയിൽ വെള്ളം കയറാതെ സംരക്ഷിക്കുക, ആവശ്യമാണെങ്കിൽ ഒരുപക്ഷെ കർണപടത്തിലെ സുഷിരം അടഞ്ഞു വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷനിലേക്ക് നീങ്ങുക. അത് നമ്മുടെ കേൾവിയെ സംരക്ഷിക്കുവാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചില ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ, ഇപ്പൊ തന്നെ നമ്മുടെ മംസ് പോലെയുള്ള രോഗം ഇപ്പൊ വ്യാപകമായിട്ടുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികളിലും സ്കൂൾ ഗോയിങ് കുട്ടികളിലും ഒക്കെ തന്നെ വളരെയധികം ആൾക്കാരിൽ മംസ് ഉണ്ട്. മംസ് പോലെയുള്ള ചില വൈറൽ രോഗങ്ങളൊക്കെ തന്നെ കേൾവിയെ നശിപ്പിക്കും, കേൾവിയുടെ നെർവുകളെ ബാധിക്കും. അത് ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് ഒരു കേൾവിയെ നശിപ്പിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം രോഗങ്ങൾക്ക്, മംസ് പോലെയുള്ള രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുകയാണ്. വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ ഇത്തരം രോഗങ്ങൾ വരികയും ഒരുപക്ഷെ അത് കേൾവിയെ നശിപ്പിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മറ്റ് വൈറസ് രോഗങ്ങൾ അതുപോലൊപ്പം തന്നെയാണ് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ. അത്തരം രോഗങ്ങൾ, അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ കുട്ടിക്ക് ജനിച്ചാൽ ഉടനെ തന്നെ കേൾവി കുറവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാധാരണഗതിയിൽ ഇത്തരം രോഗങ്ങളാണ് പൊതുവെ നമുക്ക് കേൾവിയെ സാധാരണഗതിയിൽ ബാധിക്കുവാൻ സാധ്യതയുള്ള കാരണങ്ങൾ. ഇതിനെ നമ്മൾ ആദ്യമേ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ, ഈ കേൾവി നാശത്തിന് കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത.